ആ കൂട്ടുകാരെ, ഇന്നൊരു കഥ കേൾക്കണോ? എൻ്റെ ജോലി സ്ഥലത്തെ ഒരു മീറ്റിംഗ് നടക്കുക. എല്ലാവരും പരസ്പരം ഘോരഘോരമായി പ്രസംഗിക്കുന്നു. പലരും പലരെയും പലതും പറയുന്നു. പല കാര്യങ്ങളും സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ഓരോരുത്തരായി സംസാരിക്കുന്നു. എന്നാലും ഒന്നിച്ചുള്ള പല സംസാരങ്ങളിൽ നിന്നും ഒരു തീരുമാനത്തിലും എത്തുന്നില്ല. എന്നാൽ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? അതും ഇല്ല എന്ന് പറയേണ്ടി വരും. ഏതായാലും അത്രയും നേരം നിശബ്ദനായിരുന്ന ഒരു മൂലയിലിരുന്ന നമ്മുടെ രാമചന്ദ്രൻ മാഷ് അങ്ങ് എഴുന്നേറ്റ് നിന്ന് മേശയ്ക്കിട്ട് ഒരടി. പെട്ടെന്ന് പല സമയങ്ങളിലും അല്ലെങ്കിൽ ഏറിയ സമയവും വളരെ നിശബ്ദനായി മാത്രം കാണപ്പെടുന്ന രാമചന്ദ്രൻ മാഷിന് എന്താ അദ്ദേഹത്തിന് പറയാനുള്ളത്? അതെ കൂട്ടുകാരെ, അത് തന്നെയാണ് എനിക്കും ഇന്ന് പറയാനുള്ളത്. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന ടോപ്പിക്കുമായി നിങ്ങളോടൊപ്പം ഖദീജ എ.വി. പ്രിയമുള്ളവരെ, ഡാനിയൽ ഗോൾമാനെക്കുറിച്ചും വൈകാരിക ബുദ്ധി അഥവാ ഇമോഷണൽ ക്വോഷ്യൻറ്റിനെ കുറിച്ചും നാം പലപ്പോഴും കേട്ടതാണല്ലേ. എപ്പോൾ മുതലാണെന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ 1970-കൾക്ക് ശേഷം തന്നെ ഈ പഠനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആ പഠനം നടന്ന് 95 കാലഘട്ടത്തിലാണ് നമ്മുടെ ഡാനിയൽ ഗോൾമാൻ നമ്മുടെ ഐക്യു മാത്രമല്ല ഈക്യുവുമുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങിയത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായ പഠനങ്ങൾ നടത്തിയത്. നാം പലപ്പോഴും പലരെക്കുറിച്ചും പറയാറില്ലേ, എന്ത് മിടുക്കനായിരുന്നു അവൻ, അല്ലെങ്കിൽ എന്ത് മിടുക്കിയായിരുന്നു അവൾ, എത്ര മാർക്കായിരുന്നു അവൾക്ക് പരീക്ഷയിൽ, എന്നിട്ടും എന്തേ ഒരു കൃത്യമായ സ്ഥാനത്ത് എത്താതിരുന്നത്? ഇനിയിരിക്കട്ടെ, ജോലി മാത്രമല്ല, സാമൂഹികമായും ഒരു നല്ല ബന്ധമില്ല, ഒരു നല്ല ഫാമിലി ലൈഫോ അല്ലെങ്കിൽ പാരൻസുമായി തന്നെയോ ഒരു നല്ല ബന്ധത്തിൽ അല്ല എന്ന് തോന്നുന്നു. കൂട്ടുകാരുമായിട്ടും അത്ര തന്നെ അങ്ങോട്ട് നല്ലതല്ല. അതെ, പലരെക്കുറിച്ചും നമ്മൾ അങ്ങനെ അത്ഭുതപ്പെടാറുണ്ടല്ലേ. അവർ ബുദ്ധിപരമായി വളരെ ഉയർന്ന ലെവലിലാണ്, അവരുടെ ഐക്യു വളരെ കൂടുതലാണ്, എന്നിട്ടും എവിടെയൊക്കെയോ പരാജയപ്പെടേണ്ടി വരുന്നു. എന്നാൽ ഈ ബുദ്ധിപരമായി മാത്രം കഴിവുള്ള ആളുകൾ എല്ലാവരും വിജയത്തിലെത്തിയിട്ടുണ്ടോ? അതുമില്ല. അതുകൊണ്ട് തന്നെ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഐക്യവും വേണം, ഈക്യവും വേണം. എന്താ ഈ ഈക്യു? വൈകാരിക ബുദ്ധി അല്ലേ? അങ്ങനെയുള്ള ആളുകൾക്ക് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തില്ലേ, നമ്മുടെ രാമചന്ദ്രൻ മാഷ്, അയാളെപ്പോലെ ചില പ്രത്യേകതകൾ ഉണ്ടാവണം. ഒന്ന്, സെൽഫ് റെഗുലേഷനാണ്. എന്ന് വെച്ചാൽ നമുക്കറിയാലോ, നമ്മളെല്ലാം പല തരത്തിലുള്ള ഇമോഷൻസിനും അടിമപ്പെട്ടവരാണെന്ന്. ചിലപ്പോൾ ദേഷ്യം കൂടുതലായിരിക്കും, സങ്കടം കൂടുതലായിരിക്കും, പെട്ടെന്നുള്ള പ്രതികരണം കൂടുതലായിരിക്കും, അങ്ങനെ പലതും. പക്ഷേ ഇതെല്ലാം എല്ലായിടത്തും എടുക്കാൻ പറ്റുമോ? ചിലപ്പം പറയാറുണ്ട്, എനിക്ക് ദേഷ്യം അങ്ങോട്ട് വരികയാണ്, അടിച്ച് തകർക്കാൻ തോന്നും. തകർക്കാൻ പറ്റുമോ കൂട്ടുകാരെ? അത് ഏതായാലും പറ്റില്ല. നമ്മുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ ഇതൊന്നും നടക്കില്ല. ചിലപ്പോഴൊക്കെ ചിലർ പറയും, തല്ലിക്കൊല്ലും ഞാനെന്ന്. തല്ലിക്കൊല്ലാൻ അവകാശമുണ്ടോ? അതുമില്ല. അങ്ങനെ തല്ലിക്കൊന്നാലേ ഇരുമ്പഴി എണ്ണി അവിടെ പോയിരിക്കേണ്ടി വരും. ആഗ്രഹമുണ്ടോ അതിന്? അതും ഇല്ല അല്ലേ. അങ്ങനെയാണെങ്കിൽ നാം റെഗുലേറ്റ് ചെയ്തേ പറ്റൂ നമ്മുടെ ദേഷ്യങ്ങൾ. ഇനി നമ്മൾ പരസ്യമായി അങ്ങ് പൊട്ടിക്കരയാൻ പറ്റുമോ? അതിനും പറ്റില്ല, അതും പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് കരച്ചിലും ദേഷ്യവും ബാക്കി ഹാസ്യവും അങ്ങനെ പല പല വികാരങ്ങളും ഉണ്ട് നമുക്കെന്നുള്ളത് സത്യം തന്നെ. പക്ഷേ അത് നമ്മൾ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. ഇനി രണ്ടാമത്തേതോ, സെൽഫ് അവെയർനെസ് അല്ലേ. എനിക്കാണ് എന്നെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയാം. മറ്റാർക്കെങ്കിലും അറിയോ? ചിലപ്പോൾ നമ്മുടെ കൂടെ നടന്ന് പലർക്കും പലതും മനസ്സിലായെങ്കിലും നമുക്കൊക്കെ മറ്റൊരു മുഖമില്ലേ, അത് നാം ഒളിപ്പിച്ചു വെച്ചിട്ടില്ലേ? അങ്ങനെയാണെങ്കിലേ ആ ഒളിപ്പിച്ചു വെച്ച മുഖത്തെക്കുറിച്ച് കൃത്യമായ ധാരണ ആർക്കാ ഉള്ളത്? ഈ ഖദീജയെക്കുറിച്ച് ഖദീജയ്ക്ക് തന്നെ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേഗം സങ്കടം വരുമോ, നമുക്ക് വേഗം ദേഷ്യം വരുമോ, ഇല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വികാരങ്ങൾക്ക് നാം പെട്ടെന്ന് അടിമപ്പെടുമോ, ഇതൊക്കെ നമുക്കാണ് അറിയുക. അതുകൊണ്ട് അതറിഞ്ഞേ പറ്റൂ. ആ തരത്തിലുള്ള ഇടപെടലുകളാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത്. എന്താ ചെയ്യുക? പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകൾ ചിലപ്പോഴെങ്കിലും നിശബ്ദത
നാം അത് കേട്ടിട്ടില്ല എന്ന് തൽക്കാലം നടിക്കേണ്ടി വരും. ഞാൻ ചിലരോടൊക്കെ പറയാറുണ്ട്, ചില സമയങ്ങളിൽ നാം കേൾവിയില്ലാത്തവനായി, ചിലപ്പോൾ കാഴ്ചയില്ലാത്തവനായി, ചിലപ്പോൾ മൂകനായൊക്കെ നിൽക്കേണ്ടി വരും. എന്ന് വെച്ചിട്ട് എന്ത് കണ്ടാലും എന്ത് കേട്ടാലും മിണ്ടാതെയും പറയാതെ നിൽക്കുക ഒരർത്ഥം അതിനില്ല കേട്ടോ. ഇനി അടുത്തതോ, ഒരു എമ്പതറ്റിക്കൽ വ്യൂവിലൂടെയാണ് നാം ജീവിതത്തെ കാണേണ്ടത്. ചിലപ്പോഴൊക്കെ നമ്മുടെ മക്കൾ, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ്, വൈഫ്, അല്ലെങ്കിൽ പാരൻസ് ആരെങ്കിലുമൊക്കെ വന്നിട്ട് പറയും, അതെ നമുക്കൊന്ന് പുറത്തു പോയാലോ എന്ന്. അപ്പോഴായിരിക്കും ഇത്രയും നേരം പുറത്തു നിന്ന് മടുത്തു വരുമ്പോഴാണ് അവരുടെ ഒരു പുറത്തു പോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു പ്രതികരണം. കൂട്ടുകാരെ, അവരെന്തു പിഴച്ചു ഇതിനൊക്കെ? നാം ചിലപ്പോൾ നമ്മുടെ ജോലി സ്ഥലത്തുള്ള മടുപ്പ്, അല്ലെങ്കിൽ മറ്റു ചില പ്രശ്നങ്ങളുമായിട്ടുള്ള മടുപ്പ് ഒക്കെ കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ അത് പറയുന്നവൻ അറിഞ്ഞുകൂടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോഴെങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഒഴിവാക്കാനായി പറ്റും. ഇനിയോ അടുത്തത് വളരെ സീക്രട്ടാണ് കേട്ടോ. എൻ്റെ ജീവിതത്തിലെ ഒരു സീക്രട്ട്, നാം ചിലപ്പോഴൊക്കെ ഇമോഷണലി വളരെ അല്ലെങ്കിൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ അനുഭവിക്കുന്ന ചില സമയങ്ങളുണ്ടാവാറുണ്ട്. ഇന്ന് പോലും അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നാം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതെ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളോട് നമ്മുടെ പ്രശ്നങ്ങൾ അങ്ങ് പറയുക, ഇല്ലെങ്കിൽ കുറച്ചു നേരം അവരോട് സംസാരിക്കുക. അങ്ങനെയാകുമ്പോൾ നാം അതിൽ നിന്ന് ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും പ്രതികാരമാണെങ്കിലും ഏതിൽ നിന്നാണെങ്കിലും നമ്മൾക്ക് മാറാൻ കഴിയും. അതുകൊണ്ട് നമുക്കിഷ്ടമുള്ള ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അടുത്തതോ, മോട്ടിവേറ്റഡ് ആവുക. നാം പലപ്പോഴും ഒന്നും ആര് പറഞ്ഞിട്ടും കാര്യമില്ല, എനിക്കിതൊന്നും അനുസരിക്കാൻ കഴിയില്ല എന്ന ഭാവം മാറ്റി മറ്റുള്ളവർ പറയുമ്പോൾ ഒരു എർജ് അതിൽ നിന്നൊന്ന് മാറണമെന്നുള്ള ഒരു മാറ്റം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം. അതോടൊപ്പം നമ്മളൊക്കെ അറിയാറില്ലേ, വലിയൊരു സഭയിൽ വെച്ച് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ആരെങ്കിലും ആകാൻ നാം ശ്രമിക്കുക. തീർച്ചയായിട്ടും ഇതൊരു വലിയ വിഷയമാണ്. സമയത്തിൻ്റെ പരിമിതി ഞാൻ ഓർക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമുള്ള, ഇമോഷണൽ കോഷ്യൻ്റുള്ള ഒരുപാട് കൂട്ടുകാരെ പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ പോവുകയാണ് കേട്ടോ.